ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. നോക്കോളാം, ഇതാണ് നമ്മൾ ഇൻഡെക്സ് ലെവലായിട്ട് തന്നിരുന്നത്. ഇൻഡെക്സ് ലെവലുകൾ ആദ്യമേ തന്നെ അതൊരു മൂന്നാമത്തെ ക്യാൻഡിൽ തൊട്ട് അത് ക്രോസ് ചെയ്ത് കാണിച്ചിരുന്നു. നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ക്യാൻഡിൽ. ദെൻ നമ്മളുടെ നിഫ്റ്റി മൂന്നാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ക്രോസ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ ഫ്യൂച്ചർ ക്രോസ് ചെയ്തിട്ടില്ല. ഫ്യൂച്ചർ നമ്മൾ തന്ന ലൈൻസിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. ബോൾ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫിനിഫ്റ്റി അതിൻ്റെ ബോൾ ലൈൻ ക്രോസ് ചെയ്തു. അതായത് 3 ഇൻഡെക്സുകളും ബോൾ ലൈൻ ക്രോസ് ചെയ്തു. ഫിനിഫ്റ്റിയും കൂടെ ഫ്യൂച്ചറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4 ഇൻഡെക്സുകളും ബോൾ ലൈൻ ക്രോസ് ചെയ്തു. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ബോൾ ലൈൻ ക്രോസ് ചെയ്ത് താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ നല്ല ഒരു ഡൗൺ ട്രെൻഡ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് മാത്രം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻഡെക്സിനെ മാത്രം നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. ദെൻ നിങ്ങൾ സ്ട്രൈക്കിലേക്ക് നോക്കിക്കേ. സ്ട്രൈക്ക് എന്താ കാണിച്ചത്? മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മൾ പറയുന്ന പി ട്രെൻഡ് ആണെന്നല്ലേ. അതായത് മൂന്നാമത്തെ ക്യാൻഡിൽ പി അതിലേക്ക് പോകാൻ പോകുന്നു ആണ് ഇൻഡെക്സ് നമുക്ക് തന്നത്. പക്ഷേ പിയുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് വന്നേ. സ്ട്രൈക്ക് ലെവൽസ് മൂന്നാമത്തെ ക്യാൻഡിൽ പി മാക്സിമം കയറി എന്നാണ് കാണിച്ചേക്കണേ. ഇനി അങ്ങോട്ട് പിക്ക് ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പിയുടെ സ്ട്രൈക്കുകൾ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മന്തിൻ്റെ സ്ട്രൈക്ക് ഇവിടെ നിൽക്കുന്നു, വീക്കെൻഡ് സ്ട്രൈക്ക് മാക്സിമത്തിൽ നിൽക്കുന്നു. അത് ആപ്റ്റ് പോയിൻ്റാണ്. അവിടുന്ന് ഇടിയും, അതായത് പി സ്ട്രൈക്ക് ഇടിയും എന്നുള്ളത്. ദെൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാനാണെങ്കിൽ പി എന്ന് പറയുന്ന ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ മാക്സിമത്തോട് ജസ്റ്റ് ഒന്ന് നിൽക്കുന്നതേ ഉള്ളൂ. മാക്സിമം ലെവൽ അവിടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഈ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിനർത്ഥം ഇനി പി ഉണ്ടെന്നാണോ? നമ്മളുടെ ഇൻഡെക്സ് ലെവലുകൾ പറഞ്ഞത് ഇനി പി ആണ്, ഫർദർ പി ഉണ്ടാകാൻ പോകുന്നു, അതായത് ബോൾ ലൈനെ ക്രോസ് ചെയ്യാൻ പോകുന്നു എന്നാണ്. പക്ഷേ സ്ട്രൈക്ക് ലെവൽസ് അത് പറഞ്ഞിട്ടില്ല. സ്ട്രൈക്ക് ലെവൽസ് പറയുമ്പോൾ അതേസമയം സിയുടെ സ്ട്രൈക്ക് ലെവൽ നോക്കിക്കേ. സിയുടെ വീക്കെൻഡ് സ്ട്രൈക്ക് ഇവിടെയാണ് നിൽക്കുന്നത്, അതായത് സി ആക്റ്റീവ് പോയിന്റിൽ നിൽക്കുന്നു. നമ്മളുടെ ഇൻഡെക്സ് ലെവൽ നോക്കുമ്പോഴത്തേക്കും ബോൾ ലൈനെയും ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു ലെവലാണ് നമ്മൾ കാണുന്നത് മൂന്നാമത്തെ ക്യാൻഡിൽ. പക്ഷേ മൂന്നാമത്തെ ക്യാൻഡിൽ സ്ട്രൈക്ക് ലെവൽസിനെ നോക്കുമ്പോൾ സി ക്യാൻഡിൽ അതിൻ്റെ ആക്റ്റീവ് പോയിന്റിൽ നിൽക്കുന്നു, പി ക്യാൻഡിലാണെങ്കിൽ മാക്സിമത്തിൽ നിൽക്കുന്നു. സോ ഇവിടെ ആക്റ്റീവ് ആണെന്നാണ്, ഈ ഒരു ലെവലിലാണ് ഒരു നമ്മുടെ ക്യാൻഡിൽ നിൽക്കുന്നതെങ്കിൽ അത് ആക്റ്റീവ് ആണെന്നാണ്. അത് ആക്റ്റീവ് പോയിന്റിൽ നിൽക്കുന്നത് സി പൊസിഷൻ്റെ ക്യാൻഡിലാണ് ആക്റ്റീവ് പോയിന്റിൽ നിന്നത്. കണ്ടോ, സി വീക്കെൻഡ് എവിടെയാണെങ്കിൽ മന്തിൻ്റെ എവിടെ ആയിരിക്കണം? മന്തിൻ്റെ ഇവിടെ ആയിരിക്കണം. ഓക്കെ, അത് അത്രയും ആക്റ്റീവാണ്. സി ട്രെൻഡ് ആക്റ്റീവാണ്. സി ട്രെൻഡ് എത്രത്തോളം പോയി നോക്കിക്കേ. 228 രൂപയുടേത് 558 രൂപ അല്ലേ. അതായത് ഇതിപ്പം ഇന്ത മണി ആയതുകൊണ്ടാണ്. നമ്മളല്ലാണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 800% റിട്ടേണിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റിയുടെ നോക്കിക്കേ. നിഫ്റ്റിയും അതേ പൊസിഷനിൽ തന്നെ, സി പൊസിഷൻ മൂന്നാമത്തെ ക്യാൻഡിൽ സി പൊസിഷൻ ആക്റ്റീവാണ്. ദെൻ മന്തിൻ്റെ നോക്കുമ്പോൾ ആക്റ്റീവാണ്. കണ്ടോ, സി ആണ് ആക്റ്റീവ്, പി മാക്സിമത്തിലുമാണ്. അതായത് പി ഇനി എടുക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് കാണിച്ചത്. സോ സ്ട്രൈക്ക് ലെവലാണ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കണം. വളരെ കൃത്യമായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്ന് എത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കേ. കറക്റ്റ് ആക്റ്റീവ് പോയിന്റ് ആയിരുന്നു. നമുക്ക് ബാങ്ക് നിഫ്റ്റിയൊക്കെ വളരെ കറക്റ്റ് ആക്റ്റീവ് പോയിന്റിലാണ് നിന്നത്. കണ്ടോ, അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് ലെവൽസ് നമുക്ക് കിട്ടണം. ഓക്കെ, നോക്കൂ, സെൻസെക്സ് നോക്കിക്കേ. സെൻസെക്സ് മൂന്നാമത്തെ ക്യാൻഡിൽ മാക്സിമം ഇടിഞ്ഞ് നിൽക്കണം. കണ്ടോ, നമ്മൾ തന്ന മാക്സിമം പോയിന്റിലാണ് നിൽക്കുന്നത് സെൻസെക്സ്. ഓക്കെ, മാക്സിമം പോയിന്റിൽ നിൽക്കുന്നു. ഇവിടുന്ന് കയറി മാക്സിമം പോയിന്റിൽ കയറും. കണ്ടോ, ഇത്രത്തോളം നമ്മളുടെ സെൻസെക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം സി പോയിന്റിലായിരുന്നു എന്നുള്ളതാണ്. സ്ട്രൈക്ക് ലെവൽസ് കറക്റ്റായിട്ട് സി പോയിന്റിലായിരുന്നു. അതെൻ്റെ അടുത്ത എക്സ്പയറിയുടെ എടുക്കുന്ന ഫിനിഫ്റ്റിയാണ്. നമ്മൾ ഇന്നത്തെ എക്സ്പയറി എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് ആണെങ്കിലും മിഡ് ക്യാപ്പിൽ ഈ ഒരു സ്ട്രാറ്റജി അധികം വർക്കൗട്ട് ആകുന്നില്ലാത്തത് കൊണ്ട് തന്നെ മിഡ് ക്യാപ്പ് നമ്മൾ നോക്കാറില്ല. ഈ ഒരു സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ട് അടുത്ത നാളത്തെ നമ്മളുടെ എക്സ്പയറി എന്ന് പറയുന്ന ഫിനിഫ്റ്റി ആയതുകൊണ്ട് നമുക്ക് 10 രൂപയുടെ ക്യാൻഡിൽ തന്നെ പോയിട്ടുള്ള 25 രൂപയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ലാസ്റ്റത്തെ മൊമെൻ്റാണ് കേട്ടോ. ഈ ഒരു മൊമെൻറ്റും അല്ല, ഈ ഒരു മൊമെൻറ്റ് നല്ല രീതിയിൽ 800% റിട്ടേൺ ഉണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. then ഇത് ലാസ്റ്റത്തെ ഒരു പോയിൻ്റാണ് പറയുന്നത്. ലാസ്റ്റത്തെ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, അതെന്ന് പറയുന്നത് കണ്ടോ, ലാസ്റ്റത്തെ 2.25 ലെവലിലൊക്കെ നമുക്ക് നല്ല ആക്റ്റീവ് പോയിൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2.25 ലെവലിലേക്ക് ആയപ്പോഴത്തേക്ക് നോക്കിക്കേ, സെൻസെക്സ് ആണെങ്കിൽ ബോർഡർ ലൈനിൽ ടച്ച് ചെയ്ത് അവിടെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം താഴത്തേക്ക് ഇടിയാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മുടെ സ്ട്രൈക്ക് കൂടെ അത് പറയണം, എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രൈക്ക് നോക്കിക്കേ. അതേസമയം സ്ട്രൈക്ക് നോക്കൂ, സിയുടെ സ്ട്രൈക്ക് ഇതുപോലെ ബോൾ ലൈനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതായത് താഴത്തേക്ക് ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. മന്ത്ലി സിയും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇടിയാം. ദെൻ പി ആണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. പി നോക്കിക്കേ, പി
ഈ ലൈനിൽ വന്നു കഴിഞ്ഞാൽ പി ആക്റ്റീവ് ആണെന്നാണ്. അതിലേക്ക് എത്ര വന്നിട്ടില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും ദെൻ നീ നോക്കിക്കേ ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ആക്റ്റീവ് പോയിന്റിലായിരുന്നേ. ബാങ്ക് നിഫ്റ്റിയുടെ പി പൊസിഷൻ നോക്കിക്കാൻ കണ്ട ഈ ഒരു സമയത്ത് ഈ ലൈനിലാണ് നിൽക്കുന്നത്. ഈ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ അത് ഏത് സ്ട്രൈക്ക് ആണെങ്കിലും ആക്റ്റീവ് ആണ്. കണ്ട ഈ ആദ്യത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ഈ ലൈനിലാണ് സിയുടെ ലൈനിലാണ് നിന്നത്. പക്ഷേ ഈ ലാസ്റ്റ് അടുക്കുന്ന സമയത്ത് ഈവനിങ് ടൈം ആയപ്പോൾ ഇത് പി പൊസിഷനിലേക്ക് വന്നു. കണ്ട ഈ ലൈൻ പി പൊസിഷൻ്റെ ലൈനിലാണ് നമ്മളുടെ ക്യാൻഡിൽസ് നിൽക്കുന്നത്. ദെൻ മന്തിൻ്റെ നോക്കുമ്പോൾ ഈ ലൈനിലുമാണ്. സോ ഈ ലൈനിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അർത്ഥം, അത് ആക്റ്റീവ് ആകുമെന്നുള്ളതാണ്. ഓക്കെ, വീക്കെൻഡ് ഈ ലൈനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട, ആക്റ്റീവ് ആകും. നല്ല രീതിയിലൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ചില ദിവസങ്ങളിൽ. ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒരു 100% റിട്ടേൺ തന്നിട്ട് അത് റിജക്റ്റ് ചെയ്യാറുണ്ട്. ഇന്ന് അത്ര വലിയ മൊമെൻറ്റം തന്നില്ല, കാരണം ഇത്രയും വലിയൊരു മൊമെൻറ്റം സി സംഭവിച്ചതുകൊണ്ടായിരിക്കാം. അവിടെ ഒരു കൺസോൾട്ടേഷനാണ് കൂടുതലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, ഈ ഒരു സമയത്ത് കൺസോൾട്ടേഷൻ. പിന്നെ ഇത് ആക്റ്റീവ് പോയിന്റിലേക്ക് വന്നത് കൊണ്ട് സി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്രയും ബൾക്ക് മൂവ്മെൻറ്റ് സി കിട്ടി, പി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്രയും ബൾക്ക് മൂവ്മെൻ്റ് ആയിട്ടൊരു പി കിട്ടിയില്ല. ഒരു 100% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അത് ഫിൻനിഫ്റ്റി ആണ് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ, ഫിൻനിഫ്റ്റി ആണല്ലോ അടുത്ത എക്സ്പയറി എന്ന് പറയുന്നത്. ഫിൻനിഫ്റ്റി ആണെങ്കിൽ 10 രൂപയുടെ ഫിൻനിഫ്റ്റി പോയിരിക്കുന്നത് 25 രൂപയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, 150% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമ്മളുടെ ബോളൈൻ സ്ട്രാറ്റജിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ബോളൈൻ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ദെൻ ഡൗൺ ട്രെൻഡ് ആണോ അപ്പ് ട്രെൻഡ് ആണോ എന്ന് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ലൊരു മൂവായിരുന്നു നമ്മളുടെ സ്ട്രാറ്റജിയിൽ. നല്ലൊരു മൂവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പൊസിഷനിൽ സിയും ഈ ഒരു പൊസിഷനിൽ പിയും ആക്റ്റീവായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സിയും ഇവിടെ പിയും ആക്റ്റീവ് ആകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ലൊരു മൂവ്മെൻറ്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. എത്ര പേര് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും സ്ട്രൈക്കുകളിൽ ലെവൽസ് കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ച് അറിയിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസൊക്കെ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം. ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ.